ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രചി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുടി വെട്ടിക്കുന്നതിന് ശേഷം നമ്മുടെ മുടി എന്ത് ചെയ്താലാണ് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ മുടി വളരാൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് മുടി വെട്ടാനായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്തും ഞാനിങ്ങനെ മുടി ചില കുറച്ച് നല്ല രീതിയിലുള്ള ലെങ്ത് വന്നിരുന്നു. അപ്പം ലെങ്ത് വന്നെങ്കിലും മുടിയുടെ അറ്റം അത്ര നന്നായിട്ടല്ല ഉണ്ടായിരുന്നത്. മുടിയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞൊക്കെ ഉള്ള തീരെ കുഞ്ഞുങ്ങളൊക്കെ ചില പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുടി വെട്ടാനായിട്ട് തീരുമാനിച്ചു. എപ്പോഴും വെട്ടുമ്പോൾ ഞാൻ സാധാരണ നല്ല രീതിയിൽ കയറ്റിയാണ് വെട്ടാറ്, കാരണം അന്നേരം മുടി നന്നായിട്ട് വീണ്ടും വളരത്തുള്ളൂ. അപ്പം മുടി വെട്ടിക്കഴിഞ്ഞിട്ട് ആ മുടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതപ്പോൾ തന്നെ കാണാനും സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് കേട്ടോ എൻ്റെ മുടി വെട്ടിത്തരുന്നത്. മിക്കവാറും വീട്ടിലൊക്കെ വെട്ടുന്ന സമയത്ത് ചേച്ചിയായിരിക്കും എനിക്ക് മുടി വെട്ടിത്തരുന്നത്. അത്യാവശ്യം നന്നായിട്ട് വളരാറുമുണ്ട്, നല്ല രീതിയിൽ തന്നെ വളരാറുണ്ട്. അപ്പം നമുക്ക് മുടി ഏകദേശം വെട്ടിക്കഴിയാറായി. ഇനി നമുക്ക് ആ മുടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞു. മുടി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പം മുടി വെട്ടിക്കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ നമ്മൾ കാച്ചിയ എണ്ണയാണോ, ഏതെണ്ണയാണെങ്കിലും നമ്മളിപ്പോൾ കരളി യൂസ് ചെയ്യുന്ന ഏതെണ്ണയാണെങ്കിലും നമുക്ക് മുടിയുടെ അറ്റത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മുടി വെട്ടിയതല്ലേ ഉള്ളൂ. അപ്പം മുടിയുടെ തുമ്പിന് ഒരു ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ എണ്ണ ഉപയോഗിച്ച് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുടി വെട്ടിക്കഴിഞ്ഞല്ലോ. മുടി വെട്ടിക്കഴിഞ്ഞപ്പം എത്ര ലെങ്താണ് എൻ്റെ മുടിക്കുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു ലെങ്ത് എത്രയാണെന്നുള്ളതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 30 ഇഞ്ചസ് ആയിരുന്നു എൻ്റെ മുടിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 23 ആണ് ലെങ്തായിട്ട് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ 30 ഇഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പം 23. അപ്പം 7 ഇഞ്ചാണ് ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയാട്ടോ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളുടെ മുടി വെട്ടിക്കഴിഞ്ഞ് നമ്മുടെ മുടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയൊന്നും ചെയ്യരുത്. അത് നമ്മളുടെ കയ്യിലെടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഇപ്പോൾ ചെളിയായിട്ട് ഇതുപോലെ കിടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മണ്ണ് കാണുമല്ലോ, അപ്പോൾ മണ്ണ് കുറച്ചൊന്ന് കുഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മുടി ആക്കി വെക്കാം. ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുമെന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം കുഞ്ഞുനാൾ തൊട്ടേ മീൻസ് നമുക്ക് മുടി വേണം അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളപ്പോഴത്തേനും ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പം മുടി ഹെയർ കട്ട് ചെയ്താലും ചില വീട്ടിൽ നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നിങ്ങളിത് എത്ര പേർക്ക് ഇത് വിശ്വാസയോഗ്യമാകും എന്നെനിക്കറിയില്ല, എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞ് നമ്മൾ എടുത്ത ആ മുടി നമ്മൾ കളയുമ്പോഴത്തേനും നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് എന്നുള്ളത് നമുക്കൊന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തൊട്ടേ ഇങ്ങനെയാണ് ചെയ്യാറ്. മുടി എടുത്തിട്ട് ഇതുപോലൊരു മണ്ണിനകത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ.